ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ സമ്മറിലൊക്കെ നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചോക്കോ ബാറിൻ്റെ റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് ചോക്കോ ബാറിൻ്റെ മോൾഡ് വേണ്ട, പ്രത്യേകിച്ച് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ രുചികരമായി ഈ ചോക്കോ ബാർ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ അടുപ്പിലോട്ട് ചെറിയ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ബൗൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ബൗളിൽ ഏകദേശം ഒരു 30 ഗ്രാം ചോക്ലേറ്റ് ഉണ്ട്. ഞാൻ മിൽക്ക് ചോക്ലേറ്റിൻ്റെ കൂടെ ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം എനിക്ക് ഇതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 5 മിനിറ്റ് എങ്കിലും നമ്മൾ ആ ഒരു ആവിയിൽ ഇതിരുന്ന് ഒന്ന് തനിയെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ പലരുടെ കയ്യിലും പല ബ്രാൻഡിലുള്ള ചോക്ലേറ്റ് ആയിരിക്കും. ആ ചോക്ലേറ്റ് അനുസരിച്ച് മെൽറ്റിംഗ് രീതിയിൽ വളരെ വ്യത്യാസം വരും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആവും. ചില ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും. എത്ര ചൂടാക്കിയാലും നമ്മൾ മെൽറ്റ് ആവുമെങ്കിലും ഭയങ്കര ഒരു കട്ടി പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അല്പം ഓയിൽ കൂടി ചേർക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്മെല്ലാണ്, ആ ഒരു മണം ഈ ചോക്ലേറ്റിന് വരും. അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ പോലുള്ള ഏതെങ്കിലും റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നിങ്ങൾ മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ആവിയൊക്കെ ഇതിനകത്തേക്ക് കയറി ഇത് തനിയെ മെൽറ്റ് ആവുന്ന സമയത്ത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ തുടക്കവേ ഇത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കട്ടയായിട്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടോ, ഞാൻ എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ചോക്ലേറ്റ് അല്ല, കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കും. ഓയിൽ ഒഴിച്ചാലേ നമ്മുടെ ചോക്കോ ബാറിൽ നമുക്കിത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ഓയിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം ആ ഒരു കറക്റ്റ് നമുക്ക് ചോക്കോ ബാറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ചൂടാറിയപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ ഈ ബൗളിൽ ഇതുപോലെ ഇങ്ങനെ ചുറ്റിക്കുകയാണെങ്കിൽ ഈ ബൗള് സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ചോക്ലേറ്റ് ഇതുപോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണം. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് കറക്റ്റ് പരുവമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങളിങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ചോക്ലേറ്റ് ഫുൾ അങ്ങ് താഴോട്ട് പോവുകയാണെങ്കിൽ ആ ചോക്ലേറ്റ് കറക്റ്റ് ആയിട്ടില്ല, ലൂസായി പോയി എന്നാണ് അർത്ഥം. ലൂസായി പോയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 30 മിനിറ്റ് അല്ല, വെറും 30 സെക്കൻഡ് ഫ്രീസറിൽ വെക്കുക. അപ്പം തന്നെ എടുക്കുക. എന്നിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടും. ഒരുപാട് സമയം വെക്കരുത്. ചോക്ലേറ്റ് ആണ്, തണുപ്പ് തട്ടിയാൽ മതി, പെട്ടെന്ന് കട്ടിയാവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാലേ നമുക്ക് ചോക്കോ ബാറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് പെട്ടെന്ന് ഈ മോൾഡിൽ നിന്നും വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും മതിയാവും. ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിൻ്റെ 1/4 ഗ്ലാസ്സോളം ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് എടുത്താൽ മതിയാവും. കണ്ടോ, ആ ഒരു ചോക്ലേറ്റ് കറക്റ്റ് പരുവായതുകൊണ്ടാണ് ഈ മോൾഡിൽ ഇതുപോലെ ആ സൈഡിലൊക്കെ കറക്റ്റായിട്ട് ഇത് പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ ചുറ്റിച്ച് ഇത് ഫുള്ളായിട്ട് ഈ ചോക്ലേറ്റ് നമുക്കിതുപോലെ ആക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കാം. അതൊന്ന് സെറ്റായിട്ട് കിട്ടണം. ഈ സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പാല്, അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ചേർക്കുന്നത് റവയാണ്. ഈ റവയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ചോക്കോ ബാർ നല്ല ക്രീമി ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എടുക്കരുത്, വെറും 1 ടേബിൾ സ്പൂൺ റവ മാത്രം ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരും. നമ്മൾ വെറും 1 ടേബിൾ സ്പൂണല്ലേ റവ ചേർത്തിട്ടുള്ളൂ. ചൂടാറുന്ന സമയത്ത് അത് ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് റവ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത്രയും മതിയാവും. ആവശ്യത്തിനുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത് ഒഴിച്ച് ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ ഇത് നല്ല സ്മൂത്തായിട്ട് വരത്തുള്ളൂ. ആ റവയൊക്കെ ഇതിൽ നല്ല അരഞ്ഞ് ചേരുമ്പോഴാണ് നല്ല കുറുകി വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ചേർക്കുന്നത്. ഇത് ഐസ്ക്രീം ഫ്ലേവറാണ് കേട്ടോ. ഐസ്ക്രീം കേക്കിലും ചേർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എസെൻസ് ചേർക്കാം. വെറും 2 ഡ്രോപ്സ് മാത്രം ചേർത്താൽ മതി. വാനില എസെൻസ് ആണെങ്കിലും ശരി 2 തുള്ളി മാത്രം ചേർക്കുക. ഇനിയിപ്പം എസെൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല സ്മൂത്ത് ആകുന്നവരെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആകുന്നവരെ ഏകദേശം ഒരു 1-2 മിനിറ്റ് എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. റവ ഞാനിവിടെ നല്ല ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡിലോട്ട് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മോൾഡ് എടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തുകൂടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ സ്റ്റിക്ക് കൂടി വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം. ഏകദേശം 7-8 മണിക്കൂർ എടുക്കും അത് ഫ്രീസ് ആവാൻ വേണ്ടിയിട്ട്. ഞാനൊരു കുൽഫി മോൾഡിൽ കൂടി ഞാൻ ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഇനി എല്ലാം ഒന്നിച്ച് വെക്കാം. എപ്പോഴും ചെയ്യുമ്പോൾ ഓവർനൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് ഇവിടെ ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പുറത്തെടുക്കണം. കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ 1 മിനിറ്റ് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും ഇത് വിട്ട് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റി നമ്മുടെ ചോക്കോ ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്കോ ബാറിൻ്റെ മോൾഡ് വേണ്ട, ക്രീം വേണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.